സാരിയിലും കുർത്തിയിലൊക്കെ അപ്ലിക് വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ, ബീഡ്സൊക്കെ വെച്ചിട്ട്. അപ്പം ഞാനൊരു കോട്ടൺ തുണി തന്നെ ചെയ്യുന്നത്. മേലെ വെച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയലും കോട്ടൺ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പിൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല രീതിയിൽ നമ്മുടെ ചെമ്പരത്തി പൂവ് അങ്ങനത്തുള്ള പല ഷേപ്പുകളും നമുക്ക് കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് വരച്ചതുകൊണ്ട് ഷേപ്പില്ല. ചെയിൻ സ്റ്റിച്ചാണ് നമ്മുടെ ഗോൾഡൻ സാരി ത്രെഡ് വെച്ചിട്ട് ചുറ്റും ആദ്യം ഫ്ലവറിന് ചുറ്റും നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കാം. കട്ടിയുള്ള തുണിയാകുമ്പോൾ നമുക്ക് അടിയിൽ നിന്ന് കുറച്ച് വരാൻ പ്രയാസമാണ്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന 2 തുണി അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ തുണിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഫ്ലവറിന് ചെയ്യുന്ന മെറ്റീരിയൽ എപ്പോഴും സാറ്റിൻ ടൈപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ജോർജറ്റോ വിചിത്ര സിൽക്ക് നെറ്റൊക്കെയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അതേ ഷേപ്പിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗോൾഡൻ സാരി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കാം. നമ്മുടെ ആരി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഏത് സമയത്താണെന്ന്, നമുക്ക് ഏതൊക്കെ നീഡിലാണ് ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സൊക്കെ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് ചെയ്യാം. ഈ ഒരു ഡിസൈൻ ഞാൻ വരച്ചതുകൊണ്ട് ഒരു ഇത്തിരി പാളിപ്പോയിരിക്കും. നമുക്ക് പിൻട്രസ്റ്റിലുണ്ട്, അത് പ്രിൻ്റ് എടുത്ത ശേഷം നമ്മൾ ഇതുപോലെ നല്ല രീതിക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. ഇപ്പം ഇതിങ്ങനെ ചെയ്ത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ നമ്മൾ കൊണ്ടെത്തിക്കാം. അപ്പോൾ ഇത് അവിടെ നിന്ന് കൊണ്ട് നിർത്തിയ ശേഷം അവിടെ നമ്മൾ ഒന്ന് കെട്ടൊന്നും ഇടണ്ട. ഇനി നമ്മൾ എവിടെ നിന്നൊന്നും അവിടെ ചെയിൻ സ്റ്റിച്ച് നിർത്തിയ ശേഷം ലെഫ്റ്റും റൈറ്റും നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അതായത് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ മേലെ തന്നെ നമ്മൾ സിഗ്സാഗ് പോലെ കൊടുക്കുക. കണ്ട, മേളിലേക്ക് പോയി താഴ്ത്തിക്ക് വന്നു. ഒട്ടും ഗ്യാപ്പ് പാടില്ല കേട്ടോ, അടുപ്പിച്ച് വേണം. കണ്ട, ഇതാണ് കട്ട് വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസൈൻ. അതായത് ഒരു വർക്ക്, ആരി വർക്കിൽ അതായത് നമ്മൾ സിഗ്സാഗ് ഷേപ്പ് തന്നെ, പക്ഷേ അടുപ്പിച്ച് വെച്ചാൽ നമുക്ക് ലോക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. മേലപ്പുക താഴെ വരാം, മേലപ്പുക താഴെ വരാം. അങ്ങനെ നമ്മൾ ആ ഷേപ്പ് ഫുൾ നമ്മൾ എവിടെയാണോ തുടങ്ങിയത് തിരിച്ച് അവിടെ ഫുൾ റൗണ്ട് ചെയ്ത് അവിടെ വന്നിട്ട് നമ്മൾ ലോക്ക് ഇടണം കേട്ടോ. ഇത് കണ്ട, മേളിൽ പോയി താഴെ വന്നു, മേളിൽ പോയി താഴെ വന്നു. അങ്ങനെ നമ്മൾ അടുപ്പിച്ച് ഞാൻ ചെയ്യുന്ന കുറച്ചുകൂടി വലുതാണ്. നമുക്ക് സ്ക്രീനിലൊന്നും അല്ലെങ്കിൽ കാണാനും പോലും പറ്റത്തില്ല. അപ്പോൾ അതിനെ വെച്ച് വളരെ ചെറുതായിട്ട് നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മൾ മേളിലേക്ക് പോവുക, താഴത്തേക്ക് വരിക. എല്ലാം ചെയിൻ സ്റ്റിച്ച് തന്നെ. നമ്മൾ ആരി വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയിൻ സ്റ്റിച്ച് തന്നെ. ആകെ ഒരു സ്റ്റിച്ചേ ഉള്ളൂ ചെയിൻ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആരി വർക്ക് എളുപ്പമാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ മേലത്തോട്ടും താഴത്തോട്ടും, അതാണ് സിഗ്സാഗ് ഷേപ്പ് നമ്മൾ കട്ട് വർക്കിന് കൊടുക്കുന്ന, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ കൊണ്ട് നമ്മൾ എൻഡ് ചെയ്തിട്ട് നമ്മൾ ലോക്ക് ഇടുക. ഓക്കെ, നമ്മൾ കെട്ടിട്ട് നിർത്തുക. അതാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേണ്ട, ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് ചെയ്ത്, ഞാൻ അത് പെന്നും കൊണ്ട് വരച്ചിരിക്കാം. നമുക്ക് ഇതുപോലെ ട്രേസിങ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കതുപോലെ ചെയ്തെടുക്കാം, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് വേറൊരു തുണിയിൽ, ഇതുപോലത്തെ ഫുൾ യെല്ലോ ഉള്ള തുണിയിൽ നമുക്ക് ഇതുപോലെ ഫ്ലവർ വെച്ച ശേഷം നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയും നമുക്ക് നമ്മുടെ തുണിയിലേക്ക് വെച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ 2 രീതിയിലും ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ മെയിൻ തുണിയിൽ തന്നെയാണ് വെക്കണത് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഇത് വീണ്ടും അതേപോലെ തന്നെ ആ ഒരു സ്റ്റിച്ച് മേളിലേക്ക് ചെയിൻ സ്റ്റിച്ച്, താഴോട്ടേക്ക് ചെയിൻ സ്റ്റിച്ച്, മേളിലേക്ക് ചെയിൻ സ്റ്റിച്ച്, താഴോട്ട് ചെയിൻ സ്റ്റിച്ച്, അതുപോലെ നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ കൊടുത്തെടുക്കുക. കോർണറൊക്കെ വരുമ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. വളരെ സ്ലോ ആയിട്ട് നമ്മളത് കാണിക്കണത് കണ്ടോ. ഇപ്പുറത്ത് കുത്തി കണ്ടോ. നമ്മളെല്ലാ സൈഡും കുത്തി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ രീതി ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് ഫ്ലവറിന് വേണ്ടിയിട്ട് ഒരു മൊത്തം തുണി എടുത്ത് നമ്മൾ ഫ്രെയിമിൽ ഇടേണ്ടി വരും. എന്നിട്ട് ഫ്ലവർ വരച്ചിട്ട് അതിൽ ചെയ്തിട്ട് സോൾഡറിങ് അയൺ വെച്ചിട്ട് ആ ഫ്ലവറിന് ചുറ്റും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മുടെ ആ കട്ട് ചെയ്തെടുത്ത ഫ്ലവർ നമ്മുടെ തുണിയിലേക്ക് ഒട്ടിച്ച് അങ്ങനെയും ചെയ്തെടുക്കാം, മെയിൻ തുണിയിലേക്ക്. ഇപ്പം ഞാൻ അതേ കെട്ടിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നമ്മൾ കെട്ടിട്ട് എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുറ്റും, അതായത് അതിന് ചുറ്റും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ചിന് പകരം വേണമെങ്കിൽ ചെയിൻ സ്റ്റിച്ചിന് 2 ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുത്താലും മതി കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് സോൾഡറിങ് അയൺ വെച്ചിട്ട് കറക്റ്റ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു അതിൻ്റെ ഭാഗത്തുള്ള ആ പകുതി കാണുന്നില്ല. ഇത് കണ്ടോ, നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടയിൽ നിൽക്കുന്നുണ്ട്, അത് കാണില്ല. സോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മൾ അത് മൊത്തത്തിൽ ആ തുണി ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് എഡ്ജസ്റ്റൊക്കെ നല്ല രീതിക്ക് കിട്ടും. അല്ലാതെ നമ്മളിങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പരിധിക്കപ്പുറം കിട്ടില്ല. കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ യെല്ലോ കളർ തുണി ഇതുപോലെ ചെയ്തിട്ട് സോൾഡറിങ് അയൺ വെച്ച് ചുറ്റും കട്ട് ചെയ്തിട്ട് നമ്മുടെ തുണിയിൽ ഇങ്ങനെ മെയിൻ തുണിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ
നമ്മൾ ചെയിൻ സ്റ്റിച്ച് എടുത്തതിൻ്റെ പുറത്ത് ഔട്ട്ലൈനിൽ നമുക്ക് ഇപ്പം ഇങ്ങനെ അതിൻ്റെ ആ തുണിയുടെ പിശിരെല്ലാം കാണുന്നുണ്ട് അല്ലേ, അത് നമുക്ക് ബീഡ്സ് രണ്ടോ ലെയർ ബീഡ്സോ സീക്വൻസോ വെച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് ചെയ്യാവുന്നത്. അത് നമുക്ക് അടുത്തത് ഇതാണ് 2 ലെയർ വേണമെങ്കിൽ 2 ലെയർ ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ ഏത് രീതിക്ക് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പിശിര് കാണാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. കട്ട് ബീഡ് വെക്കാം, ഷുഗർ ബീഡ് വെക്കാം, അതുപോലെ തന്നെ സീക്വൻസ്, അങ്ങനെ എല്ലാം നമുക്കിതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. 1 or 2 കട്ട് ബീഡ് വെച്ച് നമുക്ക് കൊടുക്കാം. 2 or 3 കൂടെ വെക്കാം, കൂടുതൽ വെക്കരുത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് കണ്ടാ. ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈനിൻ്റെ പുറത്ത്, അതായത് നമ്മൾ ആ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്തതിൻ്റെ പുറത്താണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചെയിൻ സ്റ്റിച്ചിൻ്റെ പുറത്ത് കണ്ട ഒരു എല്ലാ തുണി ഇങ്ങനെ ബാക്കി നിൽക്കേണ്ട കട്ട് ചെയ്തത്. അപ്പോൾ അത് ഹൈഡ് ചെയ്യാനാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. സോൾഡറിങ് ആയി വെച്ച് കട്ട് ചെയ്തെടുത്താണെങ്കിൽ നമുക്കിങ്ങനെ പിശിരി കാണത്തില്ല, നല്ല സെറ്റായിട്ട് വരും. നെറ്റിൻ്റെ തുണി ചെയ്താണെങ്കിൽ ഒട്ടും തന്നെ കാണത്തില്ല. അപ്പം നമ്മൾ നോക്കിക്കത് ഇങ്ങനെ വന്ന് ആ കോർണറിലൊക്കെ നമ്മളിത് ഇങ്ങനെ പോയി ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ട് എടുക്കണം കേട്ടോ. എവിടെയാണ് നമ്മൾ ബീഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഉണ്ട് ഫുള്ളായിട്ട് വന്നിട്ട് എൻഡ് ചെയ്ത് ലോക്ക് ഇടുക. അതിനുശേഷം നടുക്ക് നമുക്ക് എന്തെങ്കിലും കുറച്ച് കട്ട് ബീഡോ ഷുഗർ ബീഡോ സീക്വൻസ് എന്തെങ്കിലും നടുക്ക് നമ്മൾ ആ ഫ്ലവറിൻ്റെ വട്ടത്തിൽ വരച്ചിരിക്കുന്നുണ്ട്, അവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇങ്ങനെ നമ്മളത് ഫുള്ളായിട്ട് ചെയ്ത് വരിക കേട്ടോ. അത് കണ്ടോ, കട്ട് ബീഡുകൾ ഇട്ടിട്ട് ഫുള്ളായിട്ട് കട്ട് ബീഡ് ഇട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ ഇട്ട് വരിക. ആര്യ വർക്കിൻ്റെ ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ് അവൈലബിൾ ആണ്, മെസ്സേജ് അയക്കാം. അതിനുശേഷം അത് ലോക്ക് ചെയ്ത ശേഷം നടുക്ക് നമ്മളൊരു കട്ട് ബീഡ് ഇട്ട് കൊടുക്കുക, ഷുഗർ ബീഡ് അല്ലെങ്കിൽ പേൾ ഒട്ടിച്ചു കൊടുക്കാം. എന്തെങ്കിലും നമുക്ക് ഒട്ടിക്കുന്ന ഇത് കിട്ടുമല്ലോ, കുന്തൻ സ്റ്റോൺ, അങ്ങനെയാണെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ ചുറ്റും ഞാൻ കട്ട് ബീഡിന് പകരം സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നടുക്കൊരു കട്ട് ബീഡ് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ ചുറ്റും ചെയിൻ സ്റ്റിച്ച് തന്നെ ഓരോരോ ചെയിനിൽ നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുത്ത് ഉണ്ടോ ഇങ്ങനെ ഓരോന്നോരോന്നോരോ നമ്മളെടുത്ത് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുറേ സീക്വൻസ് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കും. പക്ഷേ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ സീക്വൻസ് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഓരോന്നായിട്ടൊന്നുമില്ല, 1, 2, 3 ഒക്കെ വീഴും. അതുകൊണ്ട് ഓരോന്നോരോരോ ചെയിൻ സ്റ്റിച്ച് വട്ടത്തിൽ കൊടുത്ത് ഓരോന്നിൽ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ എന്നിട്ട് അവിടെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തത് ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോരോ പെറ്റൽസിലും ഇങ്ങനെ 3 വരയായിട്ട് കട്ട് ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഇതളുകൾക്കിടയിലൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല, അതുപോലെ ജസ്റ്റ് ഒരു ഓരോരോ പെറ്റലുകളും ഒരു കുറച്ച് നീളത്തിൽ ഇങ്ങനെ 3 വരകൾ ചുമ്മാ കട്ട് ബീഡ് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓരോന്ന് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണേ. അവിടെ എത്തുമ്പോൾ അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലൈന് മേളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. മേളിൽ നിന്ന് തുടങ്ങുക, അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് വലിച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ ഈ നമ്മുടെ നൂല് വലിച്ച് മേളിലേക്ക് പോയിട്ടും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് തൊട്ടടുത്ത് പോയിട്ടും ചെയ്തെടുക്കാം. നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നൂല് എങ്ങോട്ടും നമുക്ക് വലിച്ചെടുത്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ലൈൻ വന്ന് അവിടെയും കെട്ടിട്ട ശേഷം അപ്പുറത്ത് പോയിട്ട് 3ാമത്തെ ലൈനിൽ നമ്മൾ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ പെറ്റല് ഈ ഡിസൈനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് പോയിട്ട് തന്നെ നോക്കണം കേട്ടോ. ഇതുണ്ട്, ഇങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെ 3 ലൈൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ബാക്കിയുള്ള ലൈനും കൂടി ഫിനിഷ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിത് കുർത്തിയുടെ താഴെ നെക്കിൻ്റെ താഴേക്ക് 2-3 ഫ്ലവറായിട്ട് കൊടുക്കും. ഇങ്ങനെ ഒരെണ്ണമല്ല 3-4 ഫ്ലവറായിട്ട് അവിടെ കിടക്കുന്ന പോലെ കൊടുക്കണം. എന്നിട്ട് ഗോൾഡൻ കട്ട് ബീഡ് വെച്ചിട്ട് നമുക്ക് ലീഫും കൊടുക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങൾ സാരിയിലും കുർത്തിയിലും അത് മെയിനായിട്ട് ട്രൈ ചെയ്യുക. സാരിയിലും നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് കുർത്തിയിലൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ.